എന്നത് ഞാൻ പറഞ്ഞില്ല. വെറുതെ ആവശ്യമില്ലാതെ പറയണ്ട. ഞാൻ ഇതെല്ലാം പരിശോധിക്കണമെന്നാണ് പറയുന്നത്. പറഞ്ഞല്ലോ. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ല, അത് ഉറപ്പല്ലേ? അത് മനസ്സിലായില്ലേ പറഞ്ഞാലും? ഇല്ല. നിങ്ങൾ പത്രപ്രവർത്തനല്ലേ? അത് ഇത്ര പറഞ്ഞാലും മനസ്സിലാവുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഫോൺ കോൾ മനസ്സിലാക്കുന്നതോടുകൂടി ആരൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് എന്നുള്ളതിന് പകൽ വെളിച്ചം പോലെ മനസ്സിലാവൂലേ? അത് നിങ്ങൾക്ക് മനസ്സിലാവാതെ എന്താ? അല്ല, ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താ? ഈ ഫോണിൽ അദ്ദേഹം പല കോൺഗ്രസ് നേതാക്കളെയും ബന്ധപ്പെട്ടിട്ടുണ്ടാകുമെന്നല്ലേ? അങ്ങനെയാണ് നിങ്ങൾ ധരിക്കുന്നല്ലേ? അങ്ങനെ ധരിക്കുന്നു എന്ന് ഞാൻ പറയണം? അല്ല, പിന്നെന്താ? ഫോൺ പരിശോധിക്കുമ്പോൾ അതൊക്കെ സാമാന്യ ബുദ്ധികളെ എല്ലാവർക്കും അറിയുന്നല്ലേ? ഒരു ഫോൺ പരിശോധിക്കുന്നു എന്ന് വന്നാൽ ഒരു പ്രതിയെ പോലീസ് നിശ്ചയിച്ചു കഴിഞ്ഞു. അയാളുടെ ഫോൺ പരിശോധിക്കുന്നത് പോലീസ് പറഞ്ഞു. അപ്പോൾ പോലീസ് പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തിനാ പരിശോധിക്കുന്നത്? ഫോൺ എന്തിനാ? ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യം അതിൻ്റെ അകത്തുണ്ടോ നോക്കാനല്ലേ? അത് പരിശോധിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അതിനെന്താ ഇത്ര വലിയ പ്രശ്നമായിട്ട് നിങ്ങൾ ഉന്നയിച്ചത്? അതെ, പഞ്ചായത്ത് മെമ്പർ, വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ അയാളുടെ വാർഡായി എന്നത് ഞാൻ പറഞ്ഞില്ല. വെറുതെ ആവശ്യമില്ലാതെ പറയണ്ട. ഞാൻ ഇതെല്ലാം പരിശോധിക്കണമെന്നാണ് പറയുന്നത്. ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ഒരു അവസരം കിട്ടിയതുപോലെയുള്ള നിലപാട് സ്വീകരിക്കേണ്ട ചെയ്യുന്നത്. എന്തും ചെയ്യാൻ മടിയില്ലാതെ സെറ്റാണ്. എന്തും ചെയ്യും. ഇനിയും ദിവസം അത്രയേ ഉള്ളൂ, 5 ദിവസമില്ല. എന്തും ചെയ്യും. ആ ചെയ്യുന്നതിന്റെ പട്ടികയിൽ ഇതും കൂടി എങ്ങനെ വരും എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. പന്നിയെ പിടിക്കാൻ മാത്രമല്ല, ആളാഭയപ്പെടുത്താനാണെന്നാണ് പറയുന്നത്. ആളാഭയപ്പെട്ടല്ലോ. ഇനി പിന്നെ പറയണ്ടേ? നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ? പന്നിയെ പിടിക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ഒരു വെടിവെക്കാൻ പറ്റുമോ? അല്ല, അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റുമോ? ഇത് യഥാർത്ഥത്തിൽ ആർക്കും അപകടം പറ്റുമല്ലോ. അത് മനുഷ്യനും പറ്റിയല്ലോ. അതല്ലേ പറ്റിയതിപ്പോ? അനന്തും അങ്ങനെയല്ലേ മരിച്ചത്. അപ്പൊ ഇതുപോലുള്ള ക്രൂരമായ കുറ്റകൃത്യം തന്റെ വാർഡിൽ തന്നെയാണ് നടക്കുന്നത്.